നിന്റെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ട് നീ എന്തെങ്കിലും വാങ്ങി തന്നാലും ഞാനത് തൊണ്ടയെ കൈയിട്ട് ഛർദ്ദിച്ച് കളയെന്ന് പറഞ്ഞ വ്യക്തികൾ വരെ ഉണ്ട് എൻ്റെ അടുത്ത്. നെഗറ്റീവ്സിന്റെ അങ്ങേ തലക്ക് നമ്മൾ സ്വന്തം എന്ന് കരുതിയിട്ടായിരിക്കും ചില ആൾക്കാരുടെ അടുത്ത് പേടിച്ചിട്ട് അയ്യോ ഞാൻ ചാനൽ നിർത്തി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പോണോ. എനിക്ക് ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ക്യാമറയിലോട്ട് വന്ന് സംസാരിക്കുന്നത്. ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ആദ്യം ഒരു ഇൻട്രോ വീഡിയോ എടുക്കും. എൻ്റെ ചാനൽ ഇതാണ്, എൻ്റെ ചാനൽ ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ സംഭവങ്ങളൊക്കെ പറയും. പക്ഷെ എൻ്റെ ചാനൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. ഞാൻ 2020 തോന്നുന്നു ഭയങ്കര ആഗ്രഹം മൂത്തിട്ട് തുടങ്ങിയ ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേയുള്ള ആഗ്രഹമാണ്. അത് കുറച്ചടുത്ത് പറഞ്ഞ സമയത്ത് എനിക്ക് യാതൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ടുന്ന ഇറങ്ങുന്നത് അത്ര അങ്ങനെയല്ല, ഇങ്ങനെ അങ്ങനെ പുറകോട്ട് വലിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ സ്വപ്നം മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ ഇട്ടു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ 2020 ചാനൽ തുടങ്ങി. 2020 ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടു. ആ വീഡിയോ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് കുറേ കുത്തുവാക്കുകളും പരിഹാസങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പൊ ഈ കുത്തുവാക്കും പരിഹാസങ്ങളും കേട്ട് ഞാൻ എന്തിനു പുറകെ പോകണം എന്ന് ചിന്തിച്ചിട്ടാണ് പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല അല്ലേ എല്ലാ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഒരു അന്തവും കുന്തവും ഒന്നും എനിക്ക് അറിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോ എടുത്തു, പ്രൊഡക്റ്റ് വാങ്ങിയ പ്രൊഡക്റ്റിന്റെ റിവ്യൂവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുട്ടികൾ കുറെ കളിക്കുന്നത് അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ പൊതുവേ ഈ നെഗറ്റീവ്സ് പറയുന്ന എൻ്റെ അടുത്ത് ഞാൻ കേട്ടില്ല ഒരു കാര്യം പറയട്ടെ. എനിക്ക് കിട്ടിയത് സൗന്ദര്യമില്ലവർക്ക് മാത്രം വിജയിക്കാം, എനിക്ക് സൗന്ദര്യമില്ല. പിന്നെ ഒന്നിന്റെ സൗണ്ട് ചെറ സൗണ്ടാണ് എൻ്റെ. ചില കുയിൽനാദം പെണ്ണുങ്ങൾ സ്ത്രീ ശബ്ദം പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്, നല്ല സോഫ്റ്റ് നേരത്തെ കുയിൽനാദം. അതുമല്ല സൗണ്ടിന് എല്ലാവരും പൊതുവെ പണ്ട് മുതലേ ഞാൻ കളിയാക്കുന്നത്. ഞാൻ ഈ വാട്സപ്പിലൊക്കെ മുമ്പ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ ഇടൂ, വോയിസ് ഇടൂല. കാരണം ഈ സൗണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഡൗൺ ആക്കൂലേ. പിന്നെയാണ് അതിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഇപ്പം നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് ഈശ്വരൻ നടക്കാനും ഇരിക്കാനും ഒക്കെ കൈയും കാലും തന്നിട്ടാണ്, അതിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകുന്ന തരത്തിൽ അതിൽ നിന്നൊക്കെ കുറെ മാറി. പിന്നെ എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. എൻ്റെ ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഷോർട്സ് ഇടാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ കുറച്ച് 2-3 വീഡിയോ ലോങ് വീഡിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടത്. വ്യൂസും സബും ഒക്കെ കുറവാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇവര് പറയുന്ന കണക്ക് നെഗറ്റീവ് ഓളികൾ പറയുന്നത് പോലെ സൗന്ദര്യവും സൗണ്ടും ഇല്ലാത്തതുകൊണ്ടാണോ വിജയിക്കാൻ പറ്റാത്തത് നിങ്ങൾ പറയാട്ടോ. അപ്പൊ ഞാൻ ശരിക്കും ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഇതുവരെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ മടിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിലാണ് വീഡിയോസ് എടുക്കുന്നത്. കാരണം എൻ്റെ ചാനലിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും, പിന്നെ കുക്കിങ്ങിന്റെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും, പിന്നെ പ്രൊഡക്റ്റിന്റെ റിവ്യൂ. ഇപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിലൊക്കെ വാങ്ങുമല്ലേ, കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതും ഡ്രസ്സ്, അങ്ങനെ പല കാര്യങ്ങളും, ഡ്രോവർ, അങ്ങനെ ഡ്രോവറിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പലതും വാങ്ങും. അപ്പൊ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നെ ഇതിന്റെ പേര് ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ മക്കളതാണ്. അർഷിത് സുനിലും ദിയ സുനിൽ, ഇങ്ങനെ 2 പേരാണ്, മോനും മോളും. അപ്പൊ അർഷിത് സുനിലിന്റെ അർഷ്, ദിയ സുനിലിന്റെ ദിയ, അർഷ് ദിയാസ് ഫാമിലി എന്ന് അങ്ങനെ പേരിട്ടാൽ മാത്രം പോരല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഇട്ടത്. ചിലപ്പോൾ കാണുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. ഒന്നും അറിയാത്തവർക്ക് അതൊരു എന്ന് പറയേണ്ട കഷ്ടപ്പാട് തന്നെയാണ്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു ഭാഗത്ത് കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ച് വീഡിയോ ഡിലീറ്റ് ആക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പൊ എനിക്ക് നിലവിൽ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ സൗന്ദര്യവും സൗണ്ടും അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഫീൽഡിലോട്ട് ഇറങ്ങിക്കൂടുന്നുണ്ടോ. ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാട്ടോ. കാരണം നമ്മളിങ്ങനെ നെഗറ്റീവ്സ് കേട്ടിട്ട് ഒരുപാട് കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ വിജയിച്ച് വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സും പ്ലേ ബട്ടണും കൊണ്ടുവന്നല്ല ഞാൻ ഇരിക്കുന്നത്, ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ നിർത്തുവാണോ വേണ്ടത്? ഇങ്ങനെ നിലവിലും ഒരു സപ്പോർട്ടും നെഗറ്റീവ്സും കാര്യങ്ങളുടെ ഇടയിൽ തന്നെയാണ് നിലവിൽ ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തളർത്താൻ കുറെ പേരുണ്ടെങ്കിലും കുറച്ച് നല്ല വാക്കുകളും ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും, അഭിപ്രായങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനില്ലത്, എൻ്റെ ചാനൽ നോക്കിയിട്ട് കൊള്ളത്താണെങ്കിൽ കൊള്ളൂല എന്ന് പറ.
അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരാനുണ്ടെങ്കിൽ അറിയിക്കുക. അല്ല ഈ ഒരു പറച്ചിലിന്റെ പേരിൽ നമ്മൾ നിർത്തിയിട്ട് പോവുകയാണ് വേണ്ടത് അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി ഉടനെ നമ്മൾ വിജയിക്കണമെന്നൊന്നുമില്ല. ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏറ്റവും എനിക്ക് നെഗറ്റീവായിട്ട് കിട്ടിയ ഒരു ഇത് വാക്കെന്ന് വെച്ചാൽ, നിന്റെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ട് നീ എന്തെങ്കിലും വാങ്ങി തന്നാലും ഞാനത് തൊണ്ടയെ കൈയിട്ട് ഛർദ്ദിച്ച് കളയുമെന്ന് പറഞ്ഞ വ്യക്തികൾ വരെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ മോശമായിട്ട് ചെയ്യുന്നത് അയ്യോ അത് മോശമാണ്, സമൂഹത്തിന് മോശമാണ്, വീട്ടുകാർക്ക് നാട്ടുകാർക്കെല്ലാം മോശമാണ്, അത് റോങ് ആണ്, നമുക്കത് വേണ്ടാന്ന് വെക്കാം. അല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിനെ നമ്മളെ എങ്ങനെയും വേദനിപ്പിക്കുന്നില്ല, ഒന്നും മോശമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? സത്യമല്ല അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാൻ പറ്റും? നമുക്ക് തിന്മ എന്ന് പറയുമ്പം എല്ലാവരും തിന്മ ചെയ്യുന്നവരും അല്ല, എല്ലാവരും അത് മാത്രം നെഗറ്റീവ്സ് മാത്രം സംസാരിക്കുന്നവരും അല്ല, നന്മ സംസാരിക്കുന്ന ആൾക്കാരും നമ്മൾക്കിടയിലുണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ ആ ഒരു വിശ്വാസത്തിന്റെ മുന്നിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇനിയിപ്പം ഇതെന്റെ സബ് ചെയ്ത ആൾക്കാർ ഇത് കാണുമോ അല്ലാത്തവർ കാണുമോ ഒന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ വീഡിയോസും വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. പേടിച്ചിട്ട് അയ്യോ ഞാൻ ചാനൽ നിർത്തി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പോകണോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇതുപോലെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ടാവും. നിലവിൽ ഇങ്ങനെ ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലേ. അപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് അതൊരു പ്രചോദനമായിരിക്കും. ഇങ്ങനെ ഇവരും നമ്മളെപ്പോലെ ഇങ്ങനെ നേരിടുന്നവരുണ്ട്, അവർക്ക് ഡൗൺ ആയിട്ട് പോയിട്ടില്ല ഇതിലൊരു കാര്യം വരുമ്പോൾ ചിലപ്പം അവർക്കൊരു സമാധാനമായിരിക്കും. നെഗറ്റീവ്സിന്റെ അങ്ങേ തലക്ക് നമ്മൾ സ്വന്തം കരുതിയിട്ടായിരിക്കും ചില ആൾക്കാരുടെ അടുത്ത് പലതിപ്പം വീഡിയോസ് കാണാനും അഭിപ്രായങ്ങൾ പറയാനൊക്കെ പറയുന്നത്. അവര് ആന്നൊക്കെ പറയുമെങ്കിലും ഇല്ല ചെയ്യില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. ചിലർക്ക് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും, ഷെയർ ചെയ്യാനും അത് കാണാനും അതിൻ്റെ അഭിപ്രായങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനും അങ്ങനെ അല്ലാത്ത ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇപ്പം നിലവിൽ ആരെങ്കിലും തുടങ്ങാൻ താല്പര്യം കാണിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇതുപോലെ വാക്കുകൾ കാണുമ്പോൾ അവർ തീരെ തുടങ്ങുകയോ ചെയ്യില്ല. നമ്മൾ തുടങ്ങി കഴിഞ്ഞാലല്ലേ അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒക്കെ അറിയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ സക്സസ് ആയിട്ടാണോ ഈ സംസാരിക്കുന്നത്? അല്ലേ അല്ല, സക്സസ് ആയിട്ടില്ല, ഞാൻ എത്തിയിട്ടുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നമ്മളെ തളർത്തുമ്പോൾ നമ്മൾ തളരാതെ മുന്നോട്ട് പോവുകയാണോ വേണ്ടത്, അല്ല തളർന്നിരിക്കുകയാണോ വേണ്ടത്, വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഈ നെഗറ്റീവ്സ് പറഞ്ഞവരെ മുന്നിൽ നമ്മളൊരു വീഡിയോ ഒന്നും ചെയ്തില്ല, ഓക്കെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഒന്ന് നമ്മളെ കഴിവിനനുസരിച്ച് ഒരു വീഡിയോ എങ്കിലും നമ്മൾ ചെയ്തു. പക്ഷെ ഈ പറയുന്നവർക്ക് അതുപോലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അവരത് അറിഞ്ഞുകൊണ്ടാണോ നമ്മളോടത്ത് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അഥവാ അറിയുന്ന വ്യക്തികളാണോ മുഴുവനായിട്ട് നമ്മളെങ്ങനെ കുറ്റം പറയുന്നത്, അറിയാതെ വെറുതെ കളിയാക്കാനാണോ? കളിയാക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്ത് കാണിക്കാനല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെന്താ പറയാ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. അത് ഇങ്ങനെയായി കാരണം കുറെ കാലം എനിക്ക് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറയിലോട്ട് വന്നിട്ട് സംസാരിക്കാനുള്ള പേടി ഇതന്നെയാ. നമ്മൾ കേൾക്കുന്നത് അതിന്റെ കാണാൻ കൊള്ളൂല, നിന്റെ സൗണ്ട് പോരാ, സൗണ്ട് തീരെ പോരാ, സൗണ്ട് ഒന്ന് വെച്ചാൽ എനിക്ക് അതിൽ നിന്ന് ഞാൻ കൂടുതൽ ഞാനും പുറകോട്ട് പോയി. ഞാൻ ഈ കസ്റ്റമർ കെയറിലോട്ട് നമ്മളിപ്പം പല ആവശ്യത്തിനും വിളിക്കണ്ടല്ലോ, അപ്പൊ ഇവര് ഫോൺ എടുത്താല് ഹലോ സാറാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അവർ ഫോൺ എടുത്തോട് നമ്മളടുത്ത് ചോദിക്കുന്നത് ഹലോ സാർ. അപ്പൊ ഞാൻ വിചാരിക്കും ഈ കളിയാക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് ശരിയാന്നല്ലേ, വെച്ചാൽ ആ ഒരു കട്ടി ശബ്ദം കൊള്ളൂല എന്നില്ലേ. അപ്പം വാട്സപ്പിൽ പോലും ഞാൻ വോയിസ് ഇതില്ല, ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് ഇതില്ല, കാരണം സൗണ്ട് മോശമല്ലേ സംസാരിക്കുമ്പോൾ അതൊരു. പിന്നെ അതൊക്കെ ഇപ്പൊ നിലവിന് മാറി, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് നേരെ ഇരിക്കാനും നടക്കാനും ഒക്കെ ഈശ്വരൻ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ബാക്കി ഒരു സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ്, സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. എനിക്കങ്ങനെ വിശ്വാസമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്കെ യൂട്യൂബിൽ എല്ലാവരും സക്സസ് ആവുന്നുമില്ല. ഇപ്പം എൻ്റെ വീഡിയോസിനൊക്കെ വളരെ വ്യൂസ് കുറവാണ്. പക്ഷെ വ്യൂസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം അങ്ങനെ സങ്കടം തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എന്ന് പറഞ്ഞത് ചാനൽ തുടങ്ങി ഒരു വീഡിയോ അങ്ങനെ കിട്ടുള്ളൂ സമാധാനിക്കുന്നു. പിന്നെ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, അതിപ്പോൾ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് എൻ്റെ ചാനൽ കാണിച്ചിട്ടുണ്ടോ
ചാനലിൽ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെ നെഗറ്റീവ് കേട്ടിട്ട് ഇട്ടിട്ട് പോകുന്ന അത്ര ശരിയൊന്നല്ലല്ലോ അല്ലേ? അയ്യോ വേണ്ട, അവരെല്ലാം നെഗറ്റീവ്സ് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ നെഗറ്റീവ്സ് പറയുന്നവർക്ക് മുന്നിൽ എനിക്ക് അതേ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണം. അപ്പോൾ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, കുക്കിംഗ്, അങ്ങനെ എല്ലാം ആയിട്ട് മിക്സ് ആയിട്ടാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയാണ് നിലവിലത്തെ കാര്യങ്ങൾ. ഇൻട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ ഇങ്ങനെയൊക്കെ ആയി. അപ്പം വിജയിക്കണമെങ്കിൽ സൗന്ദര്യം മാത്രം, സൗണ്ട്, അങ്ങനെ എല്ലാം ഒത്തൊരുമയോടെ വന്നാൽ മാത്രമാണോ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഇല്ല എന്നുള്ളത് നിങ്ങൾ താഴെ അറിയിക്കുക. നല്ല വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ആൾക്കാർ അറിയട്ടെ, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അറിയട്ടെ. അപ്പം ആരെങ്കിലും ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് പറയാനും അങ്ങോട്ട് പോകണ്ട. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണം എന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, നമ്മൾ കാരണം വേറൊരാളെ വേദനിപ്പിക്കാത്ത എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് പ്രശ്നമാക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.